ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സീസണിലുണ്ടായിരുന്ന സജന ഫിറോസിന്റെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ്. എല്ലാവർക്കും നമസ്കാരം. സജന ഫിറോസ് ഇവര് രണ്ടുപേരുള്ള വിഷയം കാരണം ഇപ്പോ ചിരിക്കാനുള്ള വകുപ്പുകളായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം ഓരോ ആരോപണങ്ങൾ വരുന്നു, ഓരോരുത്തർ രംഗത്ത് വരുന്നു. വാട്ട് അമേസിങ്. എന്തായാലും ഇതിന്റെ ഇടയിൽ സേഫ് ആവുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ പൂക്കുറ്റി അണ്ണൻ. റസൂൽ പൂക്കുറ്റി അണ്ണന്റെ വിഷയത്തിലാണല്ലോ ഇത് കയറി വന്നത്. കർമ്മ, ഞാൻ ഏത് കൊലകൊമ്പനെയായാലും ഞാൻ വലിച്ചു താഴെ ഇറക്കും, മറ്റേ ആകാശത്തിന്റെ കോണിൽ നീ കൂടുകെട്ടി താമസിച്ചാലും നിന്നെ ഞാൻ താഴെ ഇറക്കൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. എന്തായാലും അതിനൊക്കെ ശേഷം ഇപ്പൊ ഈ വിഷയം വീണ്ടും വീണ്ടും ഓരോ തലത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൂക്കുറ്റി അണ്ണൻ സേഫാണ് കേട്ടോ. പൂക്കുറ്റി അണ്ണനെതിരെയാണ് ഫിറോസ് ഖാൻ വന്നതെങ്കിലും പൂക്കുറ്റി അണ്ണന്റെ ആരോപണങ്ങളെ അടിച്ച് പൂക്കുറ്റി അണ്ണനെ അടിച്ചണ്ണാക്കി കൊടുത്ത് നിർത്താനുള്ള സെറ്റപ്പിലൊക്കെ വന്നിട്ട് പക്ഷെ ഫിറോസ് അണ്ണന് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം സജിന വന്നിട്ട് ഫിറോസ് അണ്ണനെ കുറിച്ചിട്ട് കുറെ ആരോപണം ഇട്ട്. അതിൽ ഒരാരോപണം മറ്റേ ബിഗ് ബോസിലെ ഒരു താരമായിട്ടൊരു ബന്ധമാണ്. മറ്റൊരാരോപണം മറ്റേ നമ്പർ 1 സൂര്യ സൂപ്പർ ജോയ് ആ ഒരു സാധനത്തില് പരിപാടിയുടെ ഇടയിൽ എന്തോ മറ്റേ ഏതോ പെണ്ണുമായിട്ട് കിസടിച്ചെന്നുള്ളൊരു സാധനം രണ്ടാമത്തെ ആരോപണം. എന്നാൽ കിസടിച്ച ആരോപണം പൊളിഞ്ഞടുങ്ങിയാണ് നമ്മുടെ ഇന്നലത്തെ പ്രീവിയസ് വീഡിയോയിൽ. എന്നാൽ ബിഗ് ബോസിലെ ഏതോ ഒരു താരവുമായിട്ട് ഒരു കൊളാബ് ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം ഈ പറയുന്ന സജിന അടിച്ചു വച്ചതിനെ തുടർന്നിട്ട് ആ സീസണിൽ ഉണ്ടായിരുന്ന എല്ലാ പെണ്ണുങ്ങളെയും ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ പെണ്ണുങ്ങളുടെ കമന്റ് ബോക്സിൽ എടി നീയല്ലേ എടി ആ പെണ്ണ് ഫിറോസ് ഖാനുമായിട്ട് ഡിങ്കോൾഫി അടിച്ച പെണ്ണ് നീയല്ലേ എടി എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരാനും തുടങ്ങി. ഓരോരുത്തരായിട്ട് രംഗത്ത് വരാനും തുടങ്ങി. എന്തായാലും നമ്മുടെ ഫിറോസ് ഖാന്റെ സീസണിൽ ഉണ്ടായിരുന്ന സൂര്യ പ്രതികരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സീസണിലുണ്ടായിരുന്ന സജന ഫിറോസിന്റെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. മൂന്നാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആട്ടുതൊല്ലിട്ട് കുറച്ച് ചെന്നായിക്കൾ, അതായത് ബിഗ് ബോസ് മുതലേ എന്നെ ഹേറ്റ് ചെയ്ത് നടക്കുന്ന കുറച്ച് പേര് അതിന്റെ ഇടയിൽ കൂടെ എന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കമന്റ്സ് ഇടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ആ ആട്ടിൻതൊല്ലിട്ട ചെന്നായിക്കളോടാണ് പറയുന്നത്, ആ വ്യക്തി ഞാനല്ല കേട്ടോ. നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ സങ്കടമുണ്ട്, പക്ഷെ ഞാനല്ല ആ വ്യക്തി. അവരുടെ ഫാമിലി ലൈഫിൽ അവരുടെ അവരുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. സജിന ഇപ്പോഴും എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. ഒരിക്കലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ അത്രയും ലോക്കലല്ല. നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഇട്ട കമന്റ്സ് ഇട്ട ആളുകൾ, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ അല്ല എനിക്ക്. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോഴേ പറയാണ്, ആ വ്യക്തി ഞാനല്ല. ഓക്കെ, ഇവിടെ സൂര്യ പറഞ്ഞു വയ്ക്കുന്നുണ്ട് താനല്ല വ്യക്തി, ഞാനല്ലേ വ്യക്തി എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം സജിന അടുത്ത്. ഒരു ആരോപണം വയ്ക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാരെ മൊത്തത്തിൽ ഇങ്ങനെ വീഴ്ത്തിയിട്ട് ഒരു ആരോപണം വയ്ക്കുന്ന സമയത്ത് സൂക്ഷിക്കുക. ഇതുപോലെ ഓരോരുത്തർക്കായിട്ട് വന്ന് രംഗത്ത് പറയേണ്ട അവസ്ഥ വരും. അപ്പൊ സജിന ഇങ്ങനെ ഒരു ആരോപണം വെച്ചപ്പോ നേരെ സൂര്യയുടെ കമന്റ് ബോക്സിൽ ആൾക്കാരെത്തി, എടി നീ അല്ലേടി ആ പെണ്ണ്, നീ അല്ലേടി ആ പെണ്ണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ സൂര്യയുടെ കമന്റ് ബോക്സിലോട്ട് എത്തി. അതുപോലെ മറ്റുള്ള ആ സീസണിലുണ്ടായിരുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകളുടെ നെഞ്ചത്തൊട്ടും പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരു ആരോപണം ഇടുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് പേര് പറയാൻ പറ്റുമോ ഇങ്ങോട്ട് പറ. അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ കണക്ട് ചെയ്തിട്ടുള്ള സാധനം ഇടാതിരിക്കുക. ഏത് ആ ഒരു സെറ്റപ്പ് ഏത് ഇപ്പൊ ബിഗ് ബോസ് നിങ്ങളുടെ സീസണിൽ ഉണ്ടായിരുന്ന ഒരാള് എന്നുള്ള സാധനം വയ്ക്കുമ്പോൾ കണ്ടില്ലേ, ഇവർക്ക് ഓരോരുത്തർക്കും വന്ന് എക്സ്പ്ലനേഷൻ തരേണ്ട ഒരു ഗതികേട് വന്നു. അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാതിരിക്കുക. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സജിന പറഞ്ഞ് ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരാ, സജിന പറഞ്ഞ ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരാ, അതാണ് ഇനി അടുത്തറിയേണ്ടത്. എന്തായാലും സജിന അന്നത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മൊത്തം ഞാനൊന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കും. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് കുഞ്ഞിനിപ്പം 17 വയസ്സായി. ആ കുഞ്ഞിനെ പോലും ഒരു തരി സ്വർണം, ഏതോ വീഡിയോയിൽ ഇട്ടെന്നുള്ളത് അറിയാം, ഏതോ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്, ഒരു തരി സ്വർണം പോട്ടെ, ഒരു തരി മുട്ടായി മേടിച്ചു കൊടുക്കട്ടെ, അവൻ ഒരു ചെലവിന് പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും ഈ കാര്യങ്ങൾ വരുമ്പം പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു ഡിവോഴ്സിന്റെ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് ഇവൻ പറയുന്നു ഈ കുഞ്ഞിനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മൈൻഡ് വേറെ ഇങ്ങോട്ട് പോയി, അതുകൊണ്ടാണ് സോറി. അപ്പം ഈ ലാസ്റ്റ് ഇവരും പറയുന്നു ഈ ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്ന്. അപ്പം എൻ്റെ മാരേജ് ഇല്ലീഗൽ അന്നേരം ഇവൻ ചെയ്തു വെച്ചേക്കുന്നത് ഇല്ലീഗൽ, എന്നെ കഴിച്ചേക്കുന്ന ഇല്ലീഗൽ മാരേജാണ്. അപ്പം ഇവൻ ഇത്രയും ദ്രോഹം ചെയ്ത പോരെ. പിന്നെ ഈ പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം ഒരു 5 സെന്റ് സ്ഥലം വീടും എനിക്കുണ്ട്.
ആ വസ്തു ഞാൻ അവന്റെ പേരിലോട്ട് എഴുതി കൊടുത്താൽ അവൻ എനിക്ക് ഡിവോഴ്സ് തരാമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനും ഇതൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഇപ്പം ജപ്തിയായി കിടക്കുകയാണത്. എൻ്റെ പേരിലാണ് ലോൺ എടുക്കുന്നത്, എൻ്റെ പേരിലേക്ക് ആ വീടിന് 15 ലക്ഷം രൂപയ്ക്ക് ഒരു ലോൺ എടുത്തിട്ടുണ്ട്, അത് ലാപ്സായി കിടന്നത്. എൻ്റെ ലാസ്റ്റ് അതും ജപ്തിയുടെ ഘട്ടത്തിൽ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് അതെൻ്റെ തലയിലൊക്കെ, ഇവനൊരു ബുള്ളറ്റ്, ഞാൻ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു ബുള്ളറ്റ് ഉണ്ട്, അതിനും മാസം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ എമൗണ്ട് വെച്ചിട്ട് അവന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതും എൻ്റെ തലയിലായി സിവിൽ സ്കോർ വെച്ചിട്ട് എൻ്റെ മൊത്തം എനിക്കിപ്പോൾ ഒരു ലോൺ പോലും, എനിക്കൊരു പേഴ്സണൽ ലോൺ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ കുരുക്കിയിട്ടേക്കവൻ. ഇതെല്ലാം ചെയ്ത് ഞാൻ അങ്ങേയറ്റം ഞാൻ നിൽക്കുക. ഇനി എനിക്ക് പറ്റില്ല, എന്നെ ഇത്രയും ഞാൻ സഹിച്ച് ഇവിടം വരെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, എന്നെക്കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചാണ്. ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ പോലും, ഇനി ഒരു പക്ഷെ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നോക്കേണ്ടത് ഞാനാണ്, ഈ 2 കുഞ്ഞുങ്ങളെ നോക്കേണ്ടത്. നാളെ ഒരു കാലത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ പോകുമ്പോൾ നിന്റെ ഉമ്മ ഇങ്ങനെ ആയതില്ലേ മറ്റേതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാണക്കേട്. എൻ്റെ മോൻ വിളിച്ചിരുന്നില്ല, പറഞ്ഞു പപ്പ ഉമ്മയുടെ വീഡിയോ, ഇങ്ങനെയുള്ള പപ്പ വീഡിയോകളൊന്നും ഇടല്ലേ, എൻ്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പപ്പാടൊന്നും മിണ്ടത്തില്ല, ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഈ വീഡിയോയില് സജിന പറഞ്ഞു വെക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, കുറെ കാര്യങ്ങൾ അവനെ കുറിച്ചിട്ട് കുറെ ആരോപണങ്ങളും മറ്റേ പൈസയുടെ കേസും ജലവന്റെ കേസും അതും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആദ്യം തുടക്കത്തിൽ നിങ്ങൾ കേട്ടതുപോലെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു സാധനം പറയുമ്പോൾ ആ സീസണിലുണ്ടായിരുന്ന എല്ലാവരെയും ബാധിക്കുകയാണ്. ദയവ് ചെയ്തിട്ട് ഇങ്ങനെ വിട്ടിത്തനങ്ങൾ വിളിച്ചു വിളമ്പാതിരിക്കുക. നിങ്ങൾ കാരണം ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി ഇപ്പൊ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരും അങ്ങ് പേര് പറയും, പിന്നെ കുഴപ്പമില്ലല്ലോ, പിന്നെ നമ്മൾ നോക്കിക്കോളും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പേര് പറയാതെ പറയുമ്പോൾ ബാക്കിയുള്ള മാന്യമായിട്ട് ജീവിക്കുന്ന കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ചീത്ത പേര് കിട്ടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നു. അതാണ് വിഡ്ഢിത്തനം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം എടുത്തു ചാടി പറയുമ്പോൾ അത് ബാക്കിയുള്ളവരെ ബാധിക്കുമോ, അല്ലെങ്കിൽ ബാക്കി ഒന്നും അറിയാത്ത വെറുതെ സൈഡിൽ നോക്കിക്കൊണ്ടിരുന്നവനെ ബാധിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കുക. സജിന ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് പറഞ്ഞതിനെ തുടർന്നിട്ട് അത് വലിയ വിഷയമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ വിഷയമായി. എന്തായാലും ഞാൻ ഈ സൂര്യയുടെ കമന്റ് ബോക്സ് ഒന്ന് വായിക്കാം കേട്ടോ. പറയുന്നവർ പറയട്ടെ, അവർക്ക് അത് ഒരു സുഖം, വിട്ടുകള ഇത് ചീള് കേസ്. അതുപോലെ കമന്റ്സ് ഓൺ ദിസ് പോസ്റ്റ് ഹാസ് ബീൻ ലിമിറ്റഡ്. കമന്റ് ബോക്സ് ഒരു ലിമിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം അറിയാം ഇനിയും കുറെ എണ്ണം വന്ന് ചൊറിയുന്നു. എല്ലാം ഒന്നും ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല, അവർ തയ്യാറുമല്ല. എന്തിനാണ് വെറുതെ വഴിയെ പോകുന്ന വള്ളിയല്ല അവരെടുത്ത് തലയിൽ വെക്കുന്നത്. വേറെ എന്തെല്ലാം ചെയ്യാനുണ്ട്, ഓർക്കാനുണ്ട്, പറയാനുണ്ട്. അന്ന് വലിച്ചെറിഞ്ഞ കല്ലുകൾ ചേർത്ത് വെച്ച് നമ്മൾ പണിത് ഉയർത്തിയത് എന്റെ മണ്ണിലേക്ക് വന്നിരിക്കുക. ഇതൊന്നും അറിയണ്ട, കേൾക്കണ്ട, പറയണ്ട എന്നും ഇഷ്ടം. കിടിലം ഫിറോസ് കമന്റ് ചെയ്തിട്ടുണ്ട്. കിടിലം ഫിറോസ് എന്നിട്ട് സനാതാലയത്തിന് മെൻഷനും ചെയ്തിട്ടുണ്ട്. വേറെ എന്തെല്ലാം ചെയ്യാനുണ്ട്. അപ്പൊ ഇതിലൊന്നിൽ ഇടപെടരുതെന്നുള്ള രീതിയിലായിരിക്കും. ഓർക്കാനുണ്ട്, പറയാനുണ്ട്. അന്ന് വലിച്ചെറിഞ്ഞ കല്ലുകൾ ചേർത്ത് വെച്ച് നമ്മൾ പണിത് ഉയർത്തിയതിന്റെ മണ്ണിലേക്ക് വന്നിരിക്കുക. ഇതൊന്നും അറിയണ്ട, കേൾക്കണ്ട, പറയണ്ട എന്നും ഇഷ്ടം എന്ന് പറഞ്ഞ് കിടിലം ഫിറോസ് ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ടേഴ്സ് കമന്റ്സ് മാത്രമേ ഇതിലുള്ളൂ. കാരണം ലിമിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സൂര്യ ഒത്തിരി ഇഷ്ടം. സൂര്യ പറയുന്നവർ പറയട്ടെ, അതിനൊന്നും ചെവി കൊടുക്കാൻ പോകണ്ട. കുറെ എണ്ണം നടപ്പുണ്ട്. ജോലിയും തൊഴിലും ഇല്ലാതെ സൂര്യ ജോലിയുമായി മുന്നോട്ട് പോവുക, സന്തോഷമായി പോവുക, വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. ഹേയ് ചേച്ചി, ക്യാൻ യു ചെക്ക് മൈ മെസ്സേജ്? ഇറ്റ്സ് അസർ, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? സൂര്യ ചേച്ചി പ്ലീസ്, ജസ്റ്റ് നീഡ് ടു ടോക്ക് ടു യു എ വൈൽ. സൂര്യ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പലതും പലരെ കുറിച്ചും ഊഹിച്ചും അല്ലാതെയും പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവർക്കും സൂര്യ അറിയാം. പറയുന്നവർ പറഞ്ഞോട്ടെ. സൂര്യ അതൊന്നും കേട്ട് വിഷമിക്കേണ്ട, നല്ല കുട്ടിയാണ്. സൂര്യ വെറുതെ ടെൻഷൻ അടിച്ച് മനസ്സിന് വയ്യാണ്ടാക്കണ്ട. കുറെ കാര്യങ്ങളൊക്കെ വിട്ടുകളയാം. മനുഷ്യർക്ക് മരണം വരെ കുറ്റം പറയുന്നവരുടെ വിചാരം അവർ മാത്രമേ നല്ലതുള്ളൂ എന്നാണ്. ഹാപ്പി ആയിരിക്കും. നല്ല റീൽസുകളൊക്കെ ചെയ്യും. ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിരിക്കുക. മൈൻഡ് ചെയ്യാതെ പോകാൻ പറ SK എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ കമന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കമന്റ് ബോക്സ് ലിമിറ്റ് ആണ്. അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല, അവർക്ക് ഇതെല്ലാം കൂടി ഫേസ് ചെയ്യാൻ വയ്യ. അത് തന്നെയാണ് അതിന്റെ ഒരു ഇത്. പിന്നെ കിടിലം ഫിറോസിന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാൻ തോന്നുന്നു. കിടിലം ഫിറോസും വന്നിട്ട് അങ്ങും ഇങ്ങും തൊടാതെ എന്തോ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. ഈ കിടിലം ഫിറോസിന്റെ കേസല്ല, ഞാൻ പറഞ്ഞ സജിന ഫിറോസിന്റെ കേസാണ്. സജിന ഫിറോസ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇപ്പൊ സ്വന്തം പല്ലിന്റെ ഇട കുത്തി ഇളക്കി നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയമേ നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അവിടെ അങ്ങോട്ടടിക്കുന്നു, അങ്ങനെ ഇങ്ങോട്ടടിക്കുന്നു. അപ്പുറത്തുനിന്ന് കർമ്മ മാറ്റാതാണ് മാങ്ങയാണ് തൊലിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ഫിറോസ് ബായ്, ഞാനൊരു കാര്യം പറയട്ടെ, വേറൊന്നുമില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പഴയ കുടുംബത്തിലോട്ടൊക്കെ വിളിച്ച് അവിടെ ഭീഷണിപ്പെടുത്തുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ബായ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നിങ്ങളെ അങ്ങ് നാറ്റിച്ച് കളയും, നിങ്ങളങ്ങ് എക്സ്പോസ് ചെയ്ത് കളയും.
ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് നന്മമരവും നല്ലവനുമാണ് ഫിറോസ് ഭായ് താങ്കളെങ്കിൽ താങ്കൾ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യും കേട്ടോ. തന്റെ ഭാഗം അത്രയ്ക്ക് നല്ല മറ്റേ വെണ്ടയ്ക്ക ഒഴുക്കി വിട്ടിട്ട് പോലെ ആണെങ്കിൽ നിങ്ങൾ ജെന്യൂനായിട്ട് ഡീൽ ചെയ്യും. അല്ലാണ്ട് പഴയ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന എന്തിന്? പഴയ കേസിൽ സ്വർണത്തിന്റെ കേസൊക്കെ ഉണ്ട്. അത് സജിന തന്നെ പറയുന്നുണ്ട്, എത്രയോ പവൻ സ്വർണമൊക്കെ കൊണ്ടുപോയി മുക്കി കുറെയൊക്കെ ഉണ്ടടേ. അതൊക്കെ എന്താണ് ഫിറോസ് ഭായ് മറുപടി നൽകാത്തത്? അതുപോലെ പഴയ ഭാര്യയൊക്കെ വിളിക്കുന്നത് എന്തിനാണ്? അവരിപ്പോൾ അവരുടേതായ രീതിയിൽ കുടുംബമായിട്ടൊക്കെ ജീവിച്ച് അടിപൊളി ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നത്. എന്തിനാണ് അവരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ പോകുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഫിറോസ് ഭായ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താങ്കൾ അല്ലാണ്ട് നേരിട്ട് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല അടിയിൽ കൂടി ഫോൺ വിളിച്ച് എല്ലാവരെയും കൂടി കൂട്ടത്തിൽ ചേർത്തിട്ടിട്ട് അടിയും മഴക്ക് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ തന്നെയാണ് ആദ്യം സജിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പൂക്കുറ്റിയെ പറ്റിയിട്ട് ഇൻഡയറക്ട്ലി പറഞ്ഞടിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം സജിന വന്നിട്ട് നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ആരോപണം പറഞ്ഞു. പിന്നെ നിങ്ങൾ കാണാനില്ല. അതിൽ ഈ പറയുന്ന കിസഡ്ജന്റെ കേസ് ഫേക്കാണെന്നുള്ള രീതിയിലും ആ പെൺകുട്ടി രംഗത്ത് വന്ന് അന്ന് ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന കോർഡിനേറ്റർ രംഗത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ. എന്തായാലും അതിനുശേഷം സജിനെയും കാണാനില്ല, ഫിറോസിനെയും കാണില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ പോയി. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം പാവം സൂര്യ രംഗത്ത് വന്ന് സൂര്യ പറയണ്ടേ, ഇടേ നീയൊക്കെ വല്ലാതെ ഉണ്ടെങ്കിൽ നേരെ ചെന്ന് അവരെ പേര് പറയണേ. നമ്മൾ എന്ത് ചെയ്തേ? ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നാട്ടുകാർ മൊത്തം എന്റെ പറിച്ചോണ്ടിരിക്കുന്നത് ആരാടാ പെട്ടത്? വല്ലാത്ത അവസ്ഥ. അന്ന് സീസണിലായിരുന്ന സമയത്ത് മണിക്കുട്ടനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു സൂര്യയുടെ കേസുകൾ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പൊ അവിയിൽ പരുവത്തിയിരിക്കുന്നത്. ഈ സജിനയായാലും ഫിറോസ് ആയാലും രണ്ടും നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരാണ്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. അതുപോലെ സജിന 3 കോടിയുടെ കണക്കൊക്കെ കേൾക്കണം, ദൈവത്തിനറിയാം. പൂക്കുറ്റി അണ്ണ നിങ്ങൾ എങ്ങനെ ഇരിക്കണ്? നിങ്ങൾ എങ്ങനെ ഇത് ഹാപ്പി ആയിട്ട് ഇത്ര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു? എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുക. പൂക്കുറ്റി എണ്ണ സേഫായി. ഇപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലിന്റെ ഇട കുത്തി നാട്ടിക്കുന്നത് കൊണ്ട് പൂക്കുറ്റി എണ്ണ സേഫായി. ഏത് പൂക്കുറ്റി എണ്ണന് കുറച്ച് ഒരു റെസ്റ്റായി. പൂക്കുറ്റി എണ്ണനെ കുറിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും പുറത്തു വരുന്നില്ല. അതുകൊണ്ട് പൂക്കുറ്റി എണ്ണ ഇപ്പൊ സേഫാണ്. കാലക്രമേണ അൺസേഫ് ആവാതിരിക്കട്ടെ. കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇതിപ്പോ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഈ പറയുന്ന പോലെ സജിന ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അത് മോശമല്ലേ? കാരണം എല്ലാവരെയും ബാധിക്കും. മറ്റത് ആരുടെയും പേരെടുത്ത് പറയാൻ പറ്റുമെങ്കിൽ മാത്രം ആ ആരോപണം മുന്നോട്ട് വയ്ക്കേണ്ടതായിരുന്നു. അല്ലാത്ത പക്ഷം ബാക്കിയുള്ള മാന്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റുകളെയും കൂടി ബാധിക്കും. അതിലൊരാളാണ് സൂര്യ അല്ലേ? അതും കൂടി സൂര്യ ഫേസ് ചെയ്യേണ്ടി വന്നു. സൂര്യക്ക് വന്ന് പ്രതികരിക്കേണ്ട അവസ്ഥ വന്നു. നീയല്ലേടി ഫിറോസിന്റെ കൂടെ ഉള്ള ആ പെണ്ണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളൊരു ആരോപണം മുന്നോട്ട് ഇടുകയാണെങ്കിൽ, അതും പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവർ ഇത്തരം ഷോകളുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ പേര് പറയാൻ പറ്റുമെങ്കിൽ പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. കാരണം എല്ലാവരും കൂടി ബാധിക്കുന്ന ഒരു കേസാണ്. നിങ്ങളുടെ വീട്ടിലെ കാര്യം നിങ്ങളെടുത്ത് വിളമ്പുന്നത് പോലെയല്ല, ഒരു ഷോയെ റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ആ പെൺകുട്ടികളെല്ലാം ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് മാന്യമായിട്ട് ഞാൻ പറഞ്ഞത്. സജിന ഫിറോസ് നിങ്ങൾ തമ്മിൽ അടിച്ചോളും, നല്ല രസമുണ്ട്. നമുക്കിങ്ങനെ പല്ലിനിടെ കുത്തി നാട്ടിച്ച് ഇങ്ങനെ പരസ്പരം ചെളികാരി അടിച്ച് സ്വയം നശിച്ച് നാറാണത്താവാം. നാളെ നിങ്ങളുടെ മക്കളടക്കം ഈ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ നിന്റെയൊക്കെ തന്തയും തള്ള ഇങ്ങനത്തെ ആൾക്കാരായിരുന്നില്ല എന്നുള്ള ചോദ്യം അടക്കം അവർ ഫേസ് ചെയ്ത് ഇങ്ങനെ നാറി ജീവിക്കാം. പക്ഷേ ബാക്കിയുള്ളവരെ കൂടി ഇതിൽ വലിച്ചിടരുത്, പിടിച്ചിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം.